കാതികരോ കലാകാരന്മാരോ അല്ലാത്ത ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് യേശു മഹേശ്വരൻ. ഈ കഥ നടക്കുന്നത് ആഫ്രിക്കയിലോ ഉഗാണ്ടയിലോ അല്ല, ഇംഗ്ലണ്ടിലോ കാലിഫോർണിയയിലോ അല്ല. പിന്നെവിടെയാണ്? ഈ കഥ നടക്കുന്നത് ഇസ്രായേലിലെ ചരിത്രമഹനീയമായ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത കനാൻ, അതായത് ഇന്നത്തെ യെരുശലേം. ചരിത്രകാരൻ യെരുശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: അമ്മ യെരൂശലേം, അമ്മകൻ കാഴ്ചയിൽ അൻപിനാൽ വരുന്ന നാളിൽ. അമ്മ യെരൂശലേം. അതാ അങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ എവിടോട്ടെങ്കിലും ഒന്ന് നോക്കൂ. അതാണ് നമ്മുടെ കഥാനായിക മറിയ. അവൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? അവളുടെ വിവാഹമാണ്. കശനായ യോസേഫാണ് അവളുടെ വരൻ. അവൾ ചിന്തയിലാണ്. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. വൈകാതെ തന്നെ അടുത്ത കാലം അവളുടെ മനസ്സിലേക്ക് എത്തി. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. എന്താണ് മറിയമേ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവളുടെ മനസ്സിൽ 1000 സ്ഫോടനം നടന്നു. അവൾ തിരിഞ്ഞു നോക്കി. അതാ നിൽക്കുന്നു സൂര്യനെ വെല്ലുന്ന ശോഭയോട് നമ്മുടെ ഗബ്രിയേൽ ദൂതൻ. ദൂതൻ അവളോട്, ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിന് തന്റെ മനസ്സ് കൊടുത്തു. മറിയ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ട് യോസേഫ് അവളെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങി. എന്നാൽ അവിടെയും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൂത് നൽകി. അങ്ങനെ യോസേഫും മറിയവും യാത്രയ്ക്കായി ഒരുങ്ങി. ഗർഭിണിയായ മറിയ കഴുതമേൽ കയറി പ്രത്യാശ കൈവിടാതെ ഇങ്ങനെ പറഞ്ഞു: കഴുതമേൽ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി, കഴുതമേൽ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. യാത്രാമധ്യേ മറിയയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു. പലയിടങ്ങളിലും അവർ അഭയം തേടി. എന്നാൽ ആരും അവരെ സഹായിച്ചില്ല. ഒടുവിൽ ആ വഴിയരികിൽ ആ പൊൻപൈതലിന് അവൾ ജന്മം നൽകി. ആ പൈതലിനെ കാണാൻ ഇടയന്മാരും വിദ്വാൻമാരും ഓടിയെത്തി. അവർ ആ പൈതലിനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു: കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഇപ്പോൾ അവന് വയസ്സ് 33. അവന്റെ കീർത്തി യെരുശലേമിൽ എങ്ങും പടർന്നു. അന്നമില്ലാത്തവർക്ക് അന്നമായി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമായി, രോഗികൾക്ക് സൗഖ്യദായകനായി, ഭൂതങ്ങളെ പുറത്താക്കി അവൻ ജനപ്രിയനായി. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. എന്നാൽ പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരും അവനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിനാകട്ടെ അവനിൽ കുറ്റമൊന്നും കണ്ടെത്താനായുമില്ല. പീലാത്തോസ് എന്നവരും വിലമതിച്ചു, കുരിശേൽപ്പിച്ചു. പീലാത്തോസ് എന്നവരും വിലമതിച്ചു, കുരിശേൽപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. രക്തം വാർന്നൊലിച്ചു. അവർ അവനെ മുഖത്തടിച്ച് തുപ്പി പരിഹസിച്ചു. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ, പ്രാണനാഥൻ എന്തൊക്കായി ചാകുന്നു. പ്രാണനാഥൻ, പ്രാണനാഥൻ എന്തൊക്കായി ചാകുന്നു. ജനം അവനെ കുരിശിലേറ്റി. എന്നാൽ 3-ാം നാൾ അവൻ പാതാളത്തെ മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. കയ്യിലാണീ പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായേ, കാണുന്നെന്റെ പായേ.
അതെ, അവൻ ജീവിക്കുന്നു, അവൻ മടങ്ങി വരും. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യത എന്ന പ്രത്യാശ അനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ ദൈവത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. കൊയ്ത്തിന്റെ നാഥൻ വന്നു, കതിരുകളെല്ലാം വാനിൽ ചേർത്തു മേഘത്തിൽ, ആ മേഘത്തിൽ ആനന്ദ കണ്ണീരൊഴുകി അച്ഛന്മാർ നൃത്തമോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. കൊയ്ത്തിന്റെ നാഥൻ വന്നു, കതിരുകളെല്ലാം വാനിൽ ചേർത്തു മേഘത്തിൽ, ആ മേഘത്തിൽ ആനന്ദ കണ്ണീരൊഴുകി അച്ഛന്മാർ നൃത്തമോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല നിത്യതയിൽ. ഇനി കണ്ണീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല നിത്യതയിൽ. ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. കൊയ്ത്തിന്റെ നാഥൻ വന്നു, കതിരുകളെല്ലാം വാനിൽ ചേർത്തു മേഘത്തിൽ, ആ മേഘത്തിൽ ആനന്ദ കണ്ണീരൊഴുക്കി അച്ഛന്മാർ നൃത്തമോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല നിത്യതയിൽ. ഇനി കണ്ണീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല നിത്യതയിൽ. ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ.